നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് കുരുക്കായി പെൺകുട്ടിയുടെ മൊഴി. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴി. ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചതായും ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായകമായ ഈ മൊഴി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് AICC ആസ്ഥാനത്താണോ, KPCC ആസ്ഥാനത്താണോ, DCC ഓഫീസിലാണോ എന്നറിഞ്ഞാൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങണമെന്നും മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബിജു വീണ്ടും SIT കസ്റ്റഡിയിൽ. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബിജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിലാണ് 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബിജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ KS ബിജുവിന്റെ മൊഴി എടുക്കേണ്ടത് അനിവാര്യമാണെന്ന് SIT കോടതിയിൽ വാദിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് വാദം കേൾക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ സംഭവങ്ങൾ. പൂനെ MP MLA പ്രത്യേക കോടതിയിൽ പ്രധാന തെളിവുകളായി സമർപ്പിച്ച CD ശൂന്യമായി കണ്ടെത്തി. എന്നാൽ ഇതേ CDയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ് അയച്ചതെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ സൻഗ്രാം കോൽഹർട്ടർ വാദിച്ചു. CDയിലെ വിവരങ്ങൾ കോടതി നേരത്തെ പരിശോധിച്ചതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കൂടാതെ CD ശൂന്യമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട YouTube വീഡിയോ കാണണമെന്നും സൻഗ്രാം നിർദ്ദേശിച്ചു. എന്നാൽ കോടതി ഹർജിക്കാരന്റെ ഈ അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു. ചെമ്പ് തോണ്ടി നടന്നവന്മാർ ഒക്കെ ഇപ്പോൾ എവിടെ പോയി എന്നും കരുവന്നൂർ കൊണ്ട് അവസാനിച്ചു എന്ന് ആരും കരുതണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 300ഓളം സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ടെന്നും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊക്കെയാണെന്നും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തിയതെന്നും അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും അദ്ദേഹം ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 3ാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിലാണ് കൈഞ്ഞരമ്പ് മുറിച്ചത്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.